എടുത്ത് ഒരു വ്യക്തി പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട്. അദ്ദേഹം മാത്രമല്ല, കേരളത്തിലുള്ള പല കള്ളത്തരീക്കത്തുകാരും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ഒരു വ്യക്തിവിരോധത്തോടു കൂടി പെരുമാറുകയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ സ്വഹാബത്തിൻ്റെ ചരിത്രം സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുണ്ടായി. ആദരണീയരായ ഉസ്താദ് അവറുകളുടെ അൽ ഖിലാഫത്തുൽ ഉമവിയ എന്ന മദ്രസയിലേക്ക് വേണ്ടി എഴുതിയ ഈ കിതാബും ഇന്നിപ്പോൾ അത് ഹയർ സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കിതാബാണ്. ഇതിൽ ആമുഖത്തിൽ തന്നെ ആദരണീയരായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് വളരെ മനോഹരമായി ഉസ്താദ് എഴുതിയത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്താദ് അവർ ഇതിൽ പറയുന്നുണ്ട്, ആദരണീയരായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാകുമ്പോൾ അവരുടെ സഹോദരനായ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അവർ നമ്മുടെ അമ്മാവനാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം അവരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതാണെന്നുള്ള രൂപത്തിൽ ഉസ്താദ് അവർ അവരുടെ ചരിത്രം വിശദമായി തന്നെ ഇവിടെ പറയുണ്ടായി. അപ്പോൾ എന്നിട്ടും നമ്മൾ അത്തരം ചരിത്രം സമസ്ത പഠിപ്പിക്കുന്നില്ല എന്നും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ അവർ താറടിച്ച് കാണിക്കുകയും യഥാർത്ഥ ചരിത്രം മറ്റൊന്നാണെന്ന് പറഞ്ഞ് ഷിയാ ചരിത്രം ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ തന്നെ അതൊക്കെ മുൻകൂട്ടി ദർശനം ചെയ്ത് നമ്മുടെ ഉസ്താദുമാർ, വിശേഷിച്ചും ഉസ്താദ് അവറുകൾ നേരത്തെ തന്നെ മനോഹരമായ രൂപത്തിൽ അവരുടെയൊക്കെ ചരിത്രങ്ങൾ എഴുതി വെച്ചത് ഇതിൽ കാണാൻ പറ്റി. അതിനെ ഒന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അതായത് നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും വിദേശികർ പലരും വന്നെങ്കിലും ഷിയാക്കൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഷിയാക്കൾ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളക്കരയിൽ അങ്ങനെ ഷിയാക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷിയാക്കളെ പ്രത്യേകമായി എടുത്തു പറയുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ അക്കിദയുടെ ഭാഗമായതുകൊണ്ട് ഷിയ പ്രസ്ഥാനം ഉടലെടുത്തത് എങ്ങനെ, അതിലുമായുള്ള സംവാദങ്ങൾ എങ്ങനെയായിരുന്നു സഹാബത്തിന് ഉണ്ടായിരുന്നത്, സമീപനം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ മറുപടി എന്താണ് ഉണ്ടായിരുന്നത്, നമ്മുടെ ചരിത്രത്തിൻ്റെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചരിത്രം നാം പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചരിത്രം പഠിപ്പിക്കുന്നു സയ്യിദുൽ ബഷറിലൂടെ, പിന്നീട് അൽ ഖിലാഫത്തു റാഷിദിലൂടെ 4 ഖലീഫമാരുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അവിടെ അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രം വരുമ്പോൾ ഷിയാക്കളെക്കുറിച്ചുള്ള പ്രസ്താവനയും അവിടെ ഭാഗത്തുള്ള ഖണ്ഡനവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖവാരിജിനെക്കുറിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അവരുടെ വാദത്തെക്കുറിച്ചും അവരുടെ ഖണ്ഡനത്തെക്കുറിച്ചും ലളിതമായ ഇടം വരുന്നുണ്ട്. പിന്നീട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സുവർണ്ണകാലം കഴിഞ്ഞതിന് ശേഷം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലഘട്ടമാണ് സുവർണ്ണകാലം. അവിടെ 4 ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഉമവിയ്യ ഭരണകാലഘട്ടമാണ്. അവിടെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ സന്താന പരമ്പരയിലാണ് ഉമവിയ്യ ഭരണകർത്താക്കൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഉമവിയ്യ ഭരണകാലത്തെക്കുറിച്ച് 91 വർഷത്തെ നീണ്ട ഭരണത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു കിതാബിൽ തന്നെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ദർസുകളിൽ ദഅവകളിലും പഠിപ്പിക്കുന്നുണ്ട്. അൽ ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരുള്ള കിതാബിൽ തന്നെ ഉമവിയ്യ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്തായ വ്യക്തിത്വം വരച്ചു കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി ഇതിൽ വരുന്നുണ്ട്. കർബലായുടെ സാഹചര്യവും അതിലുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിവാരണവും വളരെ വ്യക്തമായി സ്പഷ്ടമായി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹുവിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഉന്നത ശിരസ്യനായ മഹാനായ സ്വഹാബിയാണ്. ദീർഘകാലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ടുള്ള മഹാനായ വ്യക്തിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു സർവാത്മന ഭരണം മഹാനവറുകളെ ഏൽപ്പിച്ചു കൊടുത്തത് ചരിത്ര സംഭവമാണ്. അദ്ദേഹം അങ്ങനെ ഒരു വഴിപഴിച്ച ആളോ അതുപോലെ തന്നെ അഹ്ലു ബൈത്തിന് വിരുദ്ധനുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിയുടെ പൗത്രനായ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ 6 മാസത്തെ ഭരണത്തിന് ശേഷം സർവാത്മന ഭരണം മുആവിയ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുമായിരുന്നില്ല. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് പരമാർത്ഥമാണ്. നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനവറുകളുടെ ശരിയായ വ്യക്തിത്വം അനാവരണം ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾക്കൊക്കെ മറുപടിയും സംക്ഷിപ്തമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. അപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഷിയാക്കളടക്കമുള്ള ബിദ്അത്തുകാരെ പ്രതിരോധിക്കുന്നതിൽ സമസ്തയുടെ ദീർഘദൃഷ്ടി നമുക്ക് ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ തന്നെ മദ്രസയിലെ പുസ്തകങ്ങളിലൂടെയും കിതാബുകളിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചു.